ഒരുപാട് പേരെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അതുപോലെ സഹായിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കാതെ തന്നെ. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എൻ്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ഞാൻ അറിഞ്ഞിട്ടല്ല, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിന് വേണ്ടി പിരിക്കണം എന്ന്, ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നെ സ്നേഹിക്കുന്നവർ അവർ, എനിക്ക് ഒന്ന് കരിഷ്മനെ വിളിക്കാറുണ്ട്, എന്നെ വിളിക്കുക. എൻ്റെ കരിഷ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒഫീഷ്യൽ മാനേജറാണ്. അവളുടെ അവളെ കോണ്ടാക്ട് ചെയ്താൽ മതി, അവൾ എന്നെ അറിയിച്ചോളും. നിങ്ങൾ ഒന്നെങ്കിൽ നേരിട്ട് എൻ്റെ നമ്പറുള്ളവർ നേരിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കരീഷ്മ വഴി കോണ്ടാക്ട് ചെയ്യുക, എന്നെ അവൾ അറിയിച്ചോളും കേട്ടോ. അല്ല, ഞാൻ ഒരിക്കലും ഒരു പിരിവിൻ്റെ കാര്യമോ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും എന്നെപ്പറ്റി പിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അത് എൻ്റെ ഉത്തരവാദിത്തത്തിലും അല്ല. ഞാൻ ഒരിക്കലും ഒരു പിരിവ് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ എന്നെ വന്ന് കാണുകയും എനിക്ക് അത്രയും സന്തോഷം. അല്ലാത്ത ആൾക്കാർ, എന്നെ അറിയാത്ത ഒരു കരീഷ്മ എൻ്റെ മാനേജർ, അവൾക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തം. എൻ്റെ മാനേജറായ കരീഷ്മയുടെ നമ്പർ, ഈ ഒഫീഷ്യലായിട്ടുള്ള നമ്പർ എൻ്റെ പേജിൻ്റെ മുകളിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾ അവളെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാലോ എൻ്റെ അസുഖം ബ്രസ്റ്റിൽ മാത്രമല്ല, കശം, ഹാർട്ട്, മസിൽ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിട്ടുള്ള ചികിത്സയൊക്കെ നല്ല പൈസയാകും. അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സബ്സ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കിടപ്പുണ്ട്, ഞാനൊന്നും ഇടുന്നില്ല. എല്ലാവർക്കും അറിയാലോ, എൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലുമായിട്ട് എൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും തരുന്നത് തന്നെ എനിക്ക് ആ ഒരു പൈസയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. കാരണം എനിക്ക് ഇപ്പം ജോലി ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പൈസ ഉണ്ടെങ്കിലേ എനിക്ക് തുടർ ചികിത്സകളൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. നല്ല പൈസ ആവും, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതൊട്ടും നമുക്കത് തികയോന്നും അറിയില്ല, ഉറക്കം വരുത്. അപ്പം ഒരുപാട് സ്നേഹമുള്ള ആളുകൾ എന്നെ കാണാൻ വന്നു. എനിക്കതിൽ ഒരു ദൂരെ നിന്ന് രേണു ഞങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്നെ ഒന്ന് കാണുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു സന്തോഷം, അതെൻ്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഒരാൾ വന്നാൽ ഒരാൾ വന്നില്ല, അവരുടെ പേര് പറഞ്ഞില്ലെന്ന് പറയും. ഈ പോലെ പ്രധാനപ്പെട്ട എൻ്റെ എന്താ പറയുക, മാനേജറൊക്കെ വന്നു, എൻ്റെ കരിഷ്മയൊക്കെ വന്നു, അത് മാത്രം പറയാമല്ലോ. ബാക്കി ഒരുപാട് പേര് നല്ല ആൾക്കാർ വന്നു, എന്നെ സ്നേഹിക്കുന്നവർ വന്നു. പക്ഷെ അതൊന്നും പറയുന്നില്ല. കാരണം ഒരാളുടെ പേര് പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞില്ലെന്ന് പറയാം. അതുകൊണ്ടാണ് ഒരുപാട് പേര് വന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്നെ ഇത്രത്തോളം ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലോ, കരുതുന്നുണ്ടല്ലോ എന്നറിഞ്ഞപ്പം. എൻ്റെ ജീവിതത്തിലെ പ്രയാസഘട്ടത്തിലാണ് ഞാൻ കടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരുപാട് പേരെന്നെ ചേർത്ത് നിർത്താൻ ആളുകളുണ്ട്, രോഗികളായാലും കൂടെ നിൽക്കുന്നവരായാലും ഒക്കെ. രേണുവിനെ കുറ്റം പറഞ്ഞവരും തള്ളിക്കളഞ്ഞവരും ഒക്കെ രേണുവിന് വേണ്ടിയിട്ട് ഇപ്പൊ പ്രാർത്ഥിക്കുകയാണ്. കാരണം ആ രേണുവിന്റെ ഒരു അവസ്ഥ ആ ഒരു രീതിയിലാണ്. അത് രേണുവിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ സങ്കടമാണ് വരുന്നത്. എങ്ങനെയെങ്കിലും ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കയറണമേ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ആ റിതപ്പൻ എന്ന് പറയുന്ന ചെറിയൊരു കുഞ്ഞാണ്, അച്ഛൻ പോലും ഇല്ല. ആ കുഞ്ഞിനെ വളർത്തിയെടുക്കണം. അത് ആരുടെ കയ്യിൽ സുരക്ഷിതമായിട്ടിരിക്കും. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ എൻ്റെ കീമോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ റിക്കവർ ആവാൻ പ്രാർത്ഥിക്കണം. എന്നെ ഓർത്തിട്ടല്ല, എൻ്റെ ഋതപ്പനെ ഓർത്തിട്ട്, അവൻ കുഞ്ഞാണ്, അവനെ ഓർത്തിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോഴും എന്നെ ഞാൻ ചത്തുപോകട്ടെ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അതിലുപരി എന്നെ ഇഷ്ടം പോലെ ആൾക്കാർ സ്നേഹിക്കുന്ന ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും പ്രാർത്ഥന. അപ്പം ഞാൻ പറയാൻ വന്നത്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കണം. ഞാൻ റിക്കവറായി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ എന്നെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് ഒരുപാട് പേരുണ്ടെന്നറിഞ്ഞത് എനിക്ക് ഒരുപാട് പേര് വിളിച്ച് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞത് എൻ്റെ ഹൃദയത്തെ സത്യം പറഞ്ഞാൽ തൊട്ടു. അതുപോലെ ഏറ്റവും വലിയ കാര്യം, എനിക്ക് തിരുമേനി, നമ്മുടെ അറിയാം, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ തിരുമേനി വന്ന് പ്രാർത്ഥിച്ചു, ഇന്നും പ്രാർത്ഥിച്ചു. എനിക്ക് ഇങ്ങനെ പറയണോ എന്നറിയത്തില്ല. തന്നെ ഒരുപാട് പേര് വിളിച്ച് എന്നെ ചോദിക്കുന്നുണ്ട്, മീൻസ് സ്നേഹിതരായിട്ടും ഒക്കെ. അവരുള്ള പോലെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും വെച്ച് തന്നിട്ട് മരുന്ന് മേടിക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. പക്ഷേ ഞാൻ എങ്ങും പിരിവ് നടത്താൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പേരിൽ ആരെങ്കിലും അങ്ങനെ പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സമ്മതത്തോടു കൂടിയോ അറിവോടു കൂടിയോ അല്ല എന്ന് പറയാനാണ് ഞാൻ അർജൻറ്റായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ധൈര്യം നൽകാൻ നിങ്ങൾ മറ്റൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, എനിക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ പിക്ക് ലൈനിൻ്റെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ മൂടിയിട്ടേക്കുവാണ്, ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഈ
നമ്മൾ പറയുന്ന പോലെ മെഡിക്കൽ കോളേജിൽ ചിലവില്ലെന്നൊന്നും പറയില്ല, നല്ല ചിലവുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റിന് നിങ്ങൾക്കറിയാം, ക്യാൻസർ രോഗികളായിട്ടുള്ള ആരെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടുകാർക്കും അവരുടെ വീട്ടുകാർക്കും അവർക്കൊക്കെ അറിയാം, നല്ല ചിലവുണ്ട്. വെറുതെ ഒന്നും മെഡിസിൻസ് കാര്യങ്ങളും അതുപോലെ ട്യൂബും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ചിലവുണ്ട്. അപ്പോൾ അതിനൊക്കെ എനിക്ക് പൈസ വേണം. അപ്പോൾ നിങ്ങൾ കൂടുതലും എൻ്റെ സബ്സ്ക്രിപ്ഷനും അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലും ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ പഴയ പോലെ തന്നെ മിടുക്കി കുട്ടിയായിട്ട് ഓടി നടക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. നിങ്ങളെന്നെ എന്താ പറയുക, കഴിഞ്ഞ ദിവസം നിങ്ങളെന്നെ എന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കുഞ്ഞു മോനുണ്ട്, അവർക്കൊക്കെ കാണുമ്പോൾ അത് വിഷമമാകും. സോ രോഗങ്ങൾ ആർക്കും ഏത് സമയത്ത് വേണമെങ്കിലും വരാം. എങ്കിലും ഈ ഒരു അസുഖം ആർക്കും, നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഉണ്ടാകരുതേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. എത്രയും പെട്ടെന്ന് രേണുവിന്റെ അസുഖങ്ങളെല്ലാം മാറ്റിയിട്ട് നല്ല ചുറുചുറുക്കോടെ നമ്മുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് വരാൻ സാധിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം എന്താ പറയാ, ഞാൻ 3 ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. 3 ദിവസമായിട്ട് ഇപ്പം ഹോസ്പിറ്റലിൽ വീട് ഇത് തന്നെയാണ്. അപ്പം എന്താ അതിനെപ്പറ്റി പറയാൻ വന്നത്, വേറൊന്നുമല്ല. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ സാർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പം അടുത്ത ദിവസം ഇനി നമ്മൾ ചെയ്യുന്ന കീമോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഹാർട്ട് അതുപോലെ കാർഡിയോളജിയിലും അതുപോലെ ലങ്സിൻ്റെ ഡോക്ടറിനെ നമ്മൾ അത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കീമോ അത്ര കട്ടി കൂടിയ മെഡിസിനാണ്. അപ്പം അതുകൊണ്ട് ആ കീമോ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ ഹാർട്ടിനോ ലങ്സിനോ ഒന്നും കുഴപ്പമില്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്ന് പറഞ്ഞു. അതായത് ഈ ക്യാൻസർ രോഗികളുടെ ആൾക്കാർക്കും അറിയാം, ക്യാൻസർ രോഗികൾക്കൊക്കെ അറിയാം, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലൊക്കെയാണ് കീമോ ചെയ്യത്തുള്ളൂ. അപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞാൻ ഡോക്ടറിനെ കണ്ടു. അതിന് ടെസ്റ്റ് എക്കോ ഉണ്ടായിരുന്നു, അതുപോലെ ECG ഒക്കെ എടുത്തു. അപ്പം സർട്ടിഫിക്കറ്റ് ഇത് ഓക്കെ ആണെന്നുള്ളത് കിട്ടി. അതുപോലെ ലങ്സിൻ്റെ ഡോക്ടറെ കണ്ടു, കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പോയിട്ട് കീമോ പോട്ടൊക്കെ ഇടണം. കീമോ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ ക്ലിപ്പ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്, അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്, അതിടണം. കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾ എന്താ പറയുക, നിങ്ങളോർക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എനിക്ക് ഹാപ്പി ആയിട്ട് സംസാരിച്ചാൽ പറ്റുന്നത്. കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് വേദന അനുഭവിക്കുന്ന ഒരുപാട് പേര്, ഇന്ന് തന്നെ ഞാൻ ഇൻ്റർവ്യൂ കണ്ട ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ എന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്കറിയാം. എന്നെ സ്നേഹിക്കുന്നവർ തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അവരും പെയിനുണ്ട്, വീട്ടിലുണ്ട്, മുഖത്തൊക്കെ പാടുണ്ടല്ലേ, ദേഹത്തൊക്കെ ഉണ്ട്, ഭയങ്കര പെയിനാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ കിടക്കയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ വേദന കൊണ്ട് കിടക്കുമ്പോൾ ഞാനൊരു പാട്ട് പാടി ആശ്വസിക്കാറുണ്ട്.